ഹലോ നമസ്കാരം. ആ സാറേ ഒരു പ്രോബ്ലം വന്നു. അപ്പൊ അത് അതിന്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പോൾ ഗൈസ് എത്ര പേരാ സാറ് പറഞ്ഞത് ഞാൻ കേട്ടെന്ന് ക്ലിയർ ആയിട്ട് കേട്ടെന്ന് കിട്ടില്ല. കാരണം ഇത് ലൗഡ് ഇപ്പോൾ ഇത് ലൗഡ് ഇട്ടപ്പോൾ അവിടെ കേൾക്കാതെ ഒരു പ്രോബ്ലം വന്നു. അതാണ് ഞാൻ പിന്നെ ലൗഡ് ഇടാഞ്ഞത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇന്ത്യയിൽ വീഡിയോ എടുത്ത് വെച്ചാൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോകും. അപ്പോൾ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഇട്ട് ഇൻസ്റ്റയിൽ കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നു, പിന്നെ ഒരു വണ്ടി നമ്പർ കൊടുത്ത് പിന്നെ ഫൈൻ വന്നു, 3000 രൂപ ഫൈൻ വന്നു. അത് അടച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം. കോർട്ടിലൊക്കെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ഫൈൻ. അപ്പോൾ ആ വണ്ടി എൻ്റെതേ അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടിയേ ഇല്ല. നിങ്ങൾ നോക്കണം, അങ്ങനത്തെ ഒരു വണ്ടിയേ എനിക്കില്ല. ഈ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ വണ്ടിയില്ല. ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇറക്കാനുള്ള ടൈമായിട്ടില്ല കേസ്. കാരണം ആലോചിച്ച് നോക്കണം, 18 വയസ്സ് റോട്ടിലേക്ക് വണ്ടി ഇറക്കി പോലീസ് അതുകൊണ്ട് വണ്ടി ആയിട്ടില്ല. 17 വയസ്സായിട്ടില്ല, 18 വയസ്സായിട്ടില്ല. അപ്പം എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നു. അപ്പം ഞാൻ കാര്യമായിട്ടില്ല, സീരിയസ് ആക്കിയിട്ടില്ല. അപ്പോൾ എന്നാലും മിഞ്ഞാന്നായിട്ട് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ആയതെന്ന് പറഞ്ഞ് വണ്ടീന് വെഹിക്കിൾ ഇൻഫോം അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. കാരണം എനിക്ക് എന്തെങ്കിലും പ്രൂഫ് വേണം. ലാസ്റ്റ് ഞാൻ ഒരു വണ്ടി എടുക്കുമ്പോൾ അതൊരു ബിഗ് പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, സോറി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം എന്നുള്ളതിലാണ്. എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യണോണ്ടാണ് അതിൽ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ മൈക്ക് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ലാസ്റ്റ് നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും അത് ബിഗ് പ്രോബ്ലമായിട്ട് മാറിയെടുത്ത്. കാരണം അതിനൊക്കെ ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ ഈ ഫൈന് പോയി ചേർന്നാലേ വലിയ സീനാവും. അപ്പോൾ നമുക്ക് എന്തായാലും കോൾ ചെയ്യാം. ഞാനൊരു മൈക്കിൽ കേൾപ്പിച്ചാലുണ്ട്. വിളിക്കുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ പൊന്ത് വലിയ കുത്തി ചെയ്ത് വിളിക്കുന്നു. സ്വാഭാവിക ഒരാൾക്ക് വിളിക്കുമ്പോൾ അങ്ങനെ പേടിയുണ്ടാവും. ഞാൻ വിളിച്ചോട്ടെ, കാരണം എൻ്റെ അടുത്ത് ഒരു തെറ്റ് പാടില്ല ഗൈസ്. ഓക്കെ, ഹലോ സാറേ, തിരൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ? ഹലോ നമസ്കാരം. ആ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ക്ലിയർ ആവുന്നു. ഇപ്പൊ കേൾക്കാമോ സാർ? ആ സാർ, ഗുഡ് ഈവനിങ്. ആ സാറേ ഒരു പ്രോബ്ലം വന്നു. അപ്പൊ അത് അതിന്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നേ. സാറേ, ഈ മിഞ്ഞാന്നായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നതാണ്. ഒരു വണ്ടി നമ്പർ കൊടുത്തിട്ട് അതിന് 3000 രൂപ ഫൈന് വന്നിട്ടുണ്ട്. ആ 3000 രൂപ ഫൈന് വന്നു. പക്ഷെ അത് എൻ്റെ വണ്ടിയല്ല, എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടിയേ ഇല്ല. പക്ഷെ അതിൻ്റെ ശേഷം എൻ്റെ വാട്സപ്പിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, കോർട്ടിലൊക്കെ 8 ഫൈന് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഓക്കെ സാർ, ഓക്കെ. ആ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനത്തെ ഒരു എന്താ സാറേ? ആ ആ ഓക്കെ സാർ, താങ്ക് യു. A few moments later. അപ്പോൾ ഗൈസ് എത്ര പേരാ സാറ് പറഞ്ഞത് ഞാൻ കേട്ടെന്ന് ക്ലിയർ ആയിട്ട് കേട്ടെന്ന് കിട്ടില്ല. കാരണം ഇത് ലൗഡ് ഇട്ടപ്പോൾ അവിടെ കേൾക്കാതെ ഒരു പ്രോബ്ലം വന്ന്. അതാണ് ഞാൻ പിന്നെ ലൗഡ് ഇടാഞ്ഞത്. അത് സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ അത് സ്കാമാണ്, ഓൺലൈൻ സ്കാമായിട്ട് വന്നതാവും പറഞ്ഞു. ഞാനും വിചാരിച്ചു എൻ്റെ അതിൽ ഞാൻ എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ വണ്ടി നമ്പർ അടിച്ചു നോക്കിയപ്പോൾ അതിന് പെൻഡിങ് കോർട്ടിലൊക്കെ വന്നാണ്. ലാസ്റ്റ് അത് ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ കേസ് നടക്കാൻ വയ്യ. കേസ് ആലോചിച്ച് നോക്കണേ, ഒരു പുതിയ വണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇതേമാതിരി ഈ ഫൈന് എനിക്ക് അതിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നേക്കാം. അതാണ്
അപ്പോൾ ആ സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ ഓൺലൈൻ സ്കാമാണ്. സാറിന് വന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇവിടെ ആയിട്ട് ഇത് വെച്ചിരുന്നു, മൈക്ക് വെച്ചിരുന്നു, പക്ഷേ ചെറിയ സൗണ്ടിൽ കേൾക്കുന്നത്. ആ സാറ് പറഞ്ഞത് സാറിനും അതേമാതിരി മെസ്സേജ് വന്നിരുന്നു, ഓൺലൈൻ സ്കാമാണെന്ന് പറഞ്ഞു. ഓ ഞാൻ കത്തി ശരി. അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തന്നെ അതിനൊക്കെ ടെൻഷൻ അടിക്കുന്നു. കാരണം അടുത്തത് ഇനി വരാൻ പോകുന്നത് എൻ്റെ പിറന്നാളിൽ 18 വയസ്സാവാണ്. അപ്പോൾ വണ്ടി എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വണ്ടി അഥവാ എടുത്തു കഴിഞ്ഞാൽ അതിന് ഈ ഫൈന് ഒന്നാകെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതേമാതിരിയുള്ള പല തട്ടിപ്പുകളും നമുക്ക് ഇനിയും ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളേൽ ഇതിപ്പോൾ കാണുന്ന നിങ്ങളേലും ചിലപ്പോൾ വന്നേക്കാം കേട്ടോ. അപ്പോൾ വന്നവരുണ്ടാവും. അപ്പോൾ അതേമാതിരിയുള്ള സൈറ്റുകളിലൊന്നും പോയിട്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക, ഒന്നിലും പേ ചെയ്താതിരിക്കുക. നമ്മളിത് കാണുമ്പോൾ ഇന്നമേൽ തന്നെ ചിലപ്പോൾ ഇതാവണവരുണ്ട്. ഇങ്ങനത്തെ ഒരു വണ്ടിയല്ലേ ഗൈസ്. അപ്പോൾ കാണുന്നവർ പെട്ടെന്ന് വറീഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേടിക്കാതെ ഇരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരള പോലീസിന് കോൾ ചെയ്യാം. അവർ ഫോണിൽ ഞാൻ വിചാരിച്ച് സാറിന്മാർ കൂടെ വിചാരിച്ചിട്ടു. കാരണം അവരത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നാലും ചോദിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയൊക്കെ ഈ വീഡിയോ ഞാൻ ഇത് വിടാൻ കാരണം എന്താ, ഓൺലൈൻ സ്കാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്തതിൽ പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട്, സ്റ്റേറ്റ് ബാങ്ക് എല്ലാം നഷ്ടപ്പെടും. ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ബാലൻസ് എല്ലാം അവർ ഒരു വലിച്ചെടുക്കും. പിന്നെ തെണ്ടേണ്ടി വരും നേരത്തെ ഇറങ്ങിയിട്ട്. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. പരമാവധി ഇതേമാതിരിയുള്ള സ്കാൻസിലൊന്നും പോയി പെടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഹോപ്പ് യുവർ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടൻറ്റാക്കി വിടണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല, എന്നാലും ഒരു പ്രൂഫിന് വേണ്ടി വെച്ചാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് കാണുന്നവരെ ബൈ.